ഹലോ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഇന്നിവിടെ ഒരു സിമ്പിൾ ഗ്രീൻ കളർ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മെയിൻ മസാല എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് വലിയ 3 സവാള കഷ്ണങ്ങളാക്കിയത്, 3 വലിയ പച്ചമുളക്, ഒരു വലിയ അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പിടി മല്ലിയില, ഇവയെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആ പാൻ ചൂടായി വരുമ്പോഴത്തേന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണയുടെ കൂട്ടത്തിൽ 2-3 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. അത് കറിക്കൊരു നല്ല ടേസ്റ്റാണ്. ഇനി അതിലേക്ക് 2 ബേ ലീവ്സ്, ഒരു തക്കോലം, 2-3 ഏലക്ക, പിന്നെ കുറച്ച് കറുവപ്പട്ടയുടെ കഷ്ണങ്ങൾ, ഇതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാലയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കറിയുടെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഈ മസാല നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഒരിക്കലും കൂടി പോകാൻ നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ചേർക്കാം. തുടക്കത്തിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്നിട്ട് മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുമ്പോഴത്തേന് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണം, മഞ്ഞൾപ്പൊടി ഒരിക്കലും കൂടി പോകരുത്. കാരണം നമ്മുടെ കറി ഗ്രീൻ ചിക്കൻ കറിയാണ്. അപ്പം മഞ്ഞൾപ്പൊടി കൂടുതലായി പോയി കഴിഞ്ഞാൽ കറിയുടെ കളർ ചേഞ്ച് ആവാനിടയുണ്ട്. എന്നിട്ടൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പൊടികൾ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാവൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പുളിപ്പില്ലാത്ത തൈര് നോക്കിയെടുക്കണം, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ തൈരും മസാല എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ കറിക്ക് പ്രത്യേകിച്ച് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഈ തുടക്കത്തിൽ അരച്ച് വെച്ചിരിക്കുന്ന മസാലയും പിന്നെ ഈ ഗരം മസാലപ്പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉരുളൻകിഴങ്ങ് കഷ്ണങ്ങളാക്കി ഇത് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ചേർക്കുന്നത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ എരിവിനായിട്ടാണ് നമ്മൾ പച്ചമുളക് ചേർത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ഇറച്ചിയുടെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമാണ്. അത്രയും സമയവും എടുക്കത്തില്ല, എന്നാൽ ടേസ്റ്റ് ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റുമാണ്. ഇതാർക്കും സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ്. നോർമലി നമ്മൾ ചിക്കൻ കറി വെക്കുന്നത് എങ്ങനെയാണ്? ഉള്ളിയൊക്കെ വഴറ്റി, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പ്രത്യേകം വഴറ്റി ചേർത്ത് അങ്ങനെയല്ലേ ചിക്കൻ കറി വെക്കുന്നത്. പക്ഷേ ഇതിന് അത്രയും പ്രോസസ്സും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ ആദ്യം തന്നെ ആ മസാല അരച്ച് ചേർത്ത് വഴറ്റി എടുക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ചെറു ചൂടുവെള്ളവും പിന്നെ കുറച്ച് ഉപ്പും ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു അടപ്പെടുത്ത് അടച്ചു വെക്കുക. ഒരു 25 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ കറി ഏകദേശം സെറ്റായി കാണും. നാടൻ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ വേവ് കുറച്ച് അധികം സമയം വേണ്ടി വരും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കും. അങ്ങനെ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.